ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗഡിരാജു പാലസിൽ താമസിച്ചുകൊണ്ട് ആണ് വിവിധ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പോകുന്നത്. മനോഹരമായ ഒരു കൊട്ടാരമാണ് ഗഡിരാജു പാലസ്. ഇത്രയും വലിയ ഗംഭീരമായ ഒരു കൊട്ടാരത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. നല്ല ഭക്ഷണം, യാത്രകൾ, അങ്ങനെ സുന്ദരമായ ജീവിതം. തൂവെള്ള നിറത്തിൽ രാജകൊട്ടാരം അങ്ങനെ പ്രശോഭിച്ചു നിൽക്കുകയാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ ചിറകുള്ള സിംഹപ്രതിമ ഗോൾഡൻ കളറിൽ അങ്ങനെ കണ്ണിനെ ഇമ്പമായി കാണാം. ഇന്ന് വിശാഖപട്ടണത്തെ കൈലാസഗിരിയിലെ കാഴ്ചകൾ കാണുന്നതിനാണ് ഞങ്ങൾ സഞ്ചാരികൾ പോകുന്നത്. കൊട്ടാരത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് പോകുന്നതിനുള്ള ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. ഇതാ ഇവിടെ ഗ്രൂപ്പ് അംഗമായ ലക്ഷ്മി പാലസിന്റെ മനോഹര കവാടത്തിന് മുന്നിൽ പോസ് ചെയ്തു നിൽക്കുന്നു. പാലക്കാട് സ്വദേശിനിയാണ്. തമിഴ് ബ്രാഹ്മണ കുടുംബാംഗമാണ് ലക്ഷ്മി. മലയാള ഭാഷ നന്നായി സംസാരിക്കുമെങ്കിലും ഒരു തമിഴ് ചുവയുണ്ട്. കേൾക്കാൻ നല്ല രസമാണ് സംഭാഷണ ശൈലി. നെയിം ബോർഡിന്റെ അങ്ങത്തലയ്ക്കൽ വിജയകുമാരിയാണ്. അല്ല, ഇതാരാ ഈ നിൽക്കുന്നത്? നമ്മുടെ നായകനല്ലേ? കറുത്ത ഷർട്ടും കറുത്ത തൊപ്പിയും കറുത്ത താടിയും, ആകെ ഒരു സുന്ദരക്കുട്ടപ്പനാണല്ലോ. പേര് രാജൻ, റിട്ടയേർഡ് അധ്യാപകനാണ്. എല്ലാവരുടെയും രാജൻ മാഷ്. യാത്ര ഗ്രൂപ്പിന്റെ സാരഥിയാണ് ഇദ്ദേഹം. സൗമ്യനായ മനുഷ്യൻ. സീനിയർ സഞ്ചാരിയുടെ ഈ ഒരു സദുദ്യമം തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇന്നോ നാളേക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഇത് എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു വിദഗ്ധമായ കരങ്ങളിലെ ഒരു വിദഗ്ധമായ ഡോക്യുമെന്റേഷനാണ്. എല്ലാ അഭിവാദ്യവും. താങ്ക് യു സാർ. ഇത് ബിന്ദു വാലിപ്പറമ്പിൽ, രാജമാഷിന്റെ സഹായിയാണ്. ബിന്ദു, ലക്ഷ്മി, വിജയ, ഇവർ മൂന്നും കൂടി ചേർന്നാൽ പിന്നെ ഡാൻസിന്റെ പൊടിപൂരം. ബസ് പുറപ്പെടാറായി. ഗൈഡാണ് ഈ ഫോൺ ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ കൈലാസഗിരിയിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ ആ കാണുന്നതാണ് കൈലാസഗിരി. മലക്ക് മുകളിലായി ഒരു വെളുത്ത വര കണ്ടോ? കൈലാസഗിരി എന്ന് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്ഥാപിച്ചിരിക്കുന്നതാണത്. അങ്ങനെ ഞങ്ങൾ കൈലാസഗിരിയുടെ താഴെ എത്തിച്ചേർന്നു. ആ കാണുന്നത് കേബിൾ കാർ സ്റ്റേഷനാണ്. അവിടെ നിന്ന് കേബിൾ കാറിൽ മലമുകളിലേക്ക് പോകണം. കൈലാസഗിരി റോപ്പ് വേയിൽ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് അംഗങ്ങൾ അണിനിരന്നു. 150 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. കുട്ടികൾക്ക് 80 രൂപയും. റോപ്പ് വേ കൂടാതെ മലമുകളിൽ എത്തുന്നതിന് റോഡുണ്ട്. അത് ശ്രമകരമായതിനാൽ എല്ലാവരും റോപ്പ് വേ ആണ് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ലഘുപാനീയങ്ങളും സ്നാക്സും ഇവിടെ നിന്നും ആവശ്യമെങ്കിൽ വാങ്ങാം. അങ്ങനെ നിരനിരയായി ഞങ്ങൾ റോപ്പ് വേ സ്റ്റേഷനിലേക്ക് കയറി. കാഴ്ചകൾ കണ്ടുകഴിഞ്ഞവർ മടങ്ങി വരുന്നുണ്ട്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി പ്രതിമകളും പാർക്കും ആണ് ഇവിടത്തെ മുഖ്യ ആകർഷണം. ആ കാണുന്നത് മലമുകളിലേക്ക് നടന്നു കയറുന്നതിനുള്ള പാതയാണ്. അപൂർവം ആളുകൾ ആ നടപ്പാത ഉപയോഗിക്കുന്നുണ്ട്. ബഹിനില മന്ദിരത്തിന്റെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടവറിന് മുകളിലാണ് കേബിൾ കാർ സ്റ്റേഷൻ. ടവർ കയറുന്നത് തന്നെ വലിയ പ്രയാസമാണ്, പ്രത്യേകിച്ചും മുട്ടുകാലും മറ്റും തേയ്മാനമുള്ള പ്രായമായവർക്ക്. ടവറിന് മുകളിലെത്തിയാൽ കാഴ്ച ഇതാണ്. അങ്ങകലെ നീലക്കടൽ, തൊട്ടുതാഴെ മലയ്ക്ക് കീഴെയായി റോഡും വാഹനങ്ങളും. നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ഇതാ മുകളിൽ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് കേബിൾ കാറിൽ കയറാൻ. ഇങ്ങനെ കേബിൾ കാർ ഓരോന്നായി വന്നു തുടങ്ങി. ഗ്രൂപ്പ് അംഗങ്ങൾ കേബിൾ കാറിൽ യാത്ര തുടങ്ങുകയാണ്. ഒരു വലിയ സോപ്പ് പെട്ടി പോലെ അതങ്ങനെ ഒഴുകി നീങ്ങുന്നു. അടുത്തതായി വന്ന മഞ്ഞ കേബിൾ കാറിൽ ഞാനടക്കം 6 പേർ കയറി. 6 പേരാണ് കേബിൾ കാറിന്റെ കപ്പാസിറ്റി.
ഞങ്ങൾ യാത്ര തുടങ്ങി. ജോസാറും ഡോളി ജോസ്മാഡവും ആണ് എനിക്ക് എതിർവശത്തെ സീറ്റിലിരിക്കുന്നത്. പരസ്പരം പുഞ്ചിരിച്ചും കുശലം പറഞ്ഞും ഞങ്ങൾ യാത്ര തുടർന്നു. മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പില്ലറുകൾ ഓരോന്നായി മറികടന്ന് ഞങ്ങൾ കൈലാസഗിരിയിൽ എത്തിച്ചേർന്നു. മലമുകളിലുള്ള റോപ്പ് വേ സ്റ്റേഷനിൽ ഇറങ്ങി ഏതാനും സ്റ്റെപ്പുകൾ കൂടി കയറിയാലേ ഉദ്യാനത്തിലെത്തൂ. ഉദ്യാനത്തിന് ചുറ്റുമായി റെയിൽപാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ് ട്രെയിൻ പോകുന്നതിനുള്ള പാതയാണിത്. ടോയ് ട്രെയിൻ ഇവിടെ യാത്ര പുറപ്പെടുന്നതിന് തയ്യാറായി കിടക്കുന്നുണ്ട്. വീതിയേറിയ ചില്ലുജാലകങ്ങൾ ഘടിപ്പിച്ച മനോഹരമായ ട്രെയിൻ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ടോയ് ട്രെയിനിൽ യാത്ര ആസ്വദിക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ ഉദ്യാനത്തിന് വലത്തുവെച്ച് ട്രെയിൻ യാത്ര തുടങ്ങി. ഈ ബോഗി നിറയെ കറുത്ത തൊപ്പിധാരികളാണ്. യാത്രാ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിയാണ് ഈ തൊപ്പികൾ. എനിക്ക് നിങ്ങളായിട്ട് ഉള്ള കണക്ഷൻസ് ഇനി ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അതങ്ങനെ ആയിപ്പോയി. ആത്മബന്ധം ഭയങ്കര ബന്ധമായി ബോണ്ടിങ് ആയിപ്പോയി. മൈക്ക് കുറച്ച് വൈകിപ്പോയി. അതൊരു ഡ്രോബാക്ക് ആയിപ്പോയി. മൈക്ക് രാവിലെ തുടങ്ങി വേണ്ടതായിരുന്നു. അത് അസിസ്റ്റന്റ് മാനേജറുടെ ഒരു കഴിവുറവാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അസിസ്റ്റന്റ് മാനേജർ വേണ്ട രീതിയിൽ ഇതാണ് ഇരിക്കണ അസിസ്റ്റന്റ് മാനേജർ. അസിസ്റ്റന്റ് മാനേജർക്ക് ഡ്യൂട്ടി മാനേജർ ഏൽപ്പിച്ചിരുന്നു. അസിസ്റ്റന്റ് മാനേജർ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല. അലസമായി കൈകാര്യം ചെയ്തു. ഇടത് ഭാഗത്തായി ഉദ്യാന കാഴ്ചകളും വലത് ഭാഗത്തായി മലയിലെ കാടും അങ്ങകലെ കടലും. സഞ്ചാരി അഭിവാദ്യങ്ങൾ ധീരതയോടെ നയിച്ചോളൂ, നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. ഇപ്പോഴാണ് ആ വീഡിയോന് ഒരു ഗുമ്മായത്. കണ്ടാ ആ മാനേജരും അസിസ്റ്റന്റ് മാനേജരും കൂടി. ഈ കാണുന്നത് ഒരു വാച്ച് ടവർ ആണ്. അതിൽ കയറി ഏറ്റവും മുകളിൽ ചെന്നാൽ 360 ഡിഗ്രിയിൽ ദൂരക്കാഴ്ച വിസ്മയകരമായിരിക്കും. വിശാഖപട്ടണത്തെ പ്രമുഖ പിക്നിക് സ്പോട്ടാണ് കൈലാസഗിരി. 100 ഏക്കറിലായി പരന്നുകിടക്കുന്ന ഒരു ടൂറിസം പ്രോജക്റ്റാണ് ഇവിടെയുള്ളത്. വിശാഖപട്ടണത്തെ ചൂടുള്ള വെയിൽ മറികടന്ന് ഇവിടെ എത്തിയാൽ എന്തൊരാശ്വാസം. നിറയെ മരങ്ങളും ചെടികളും നിറഞ്ഞ മനോഹരമായ ഉദ്യാനം. ഇളം തെന്നലേറ്റ് വിശ്രമിക്കാം. പൂർവഘട്ട മലനിരകൾ അങ്ങകലെ നിരനിരയായി സ്ഥിതി ചെയ്യുന്നു. അതിനിടയ്ക്ക് കിടക്കുന്ന വിശാലമായ നഗരം, അതാണ് വിശാഖ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിശാഖപട്ടണം. വലതുവശത്തെ കാഴ്ചകൾ വിരസമാണ്. അവിടെ ചെറിയ കൽപ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. കാനന മധ്യത്തിൽ കൂടി യാത്ര നടത്തുന്ന ഒരു പ്രതീതി.
സഹസഞ്ചാരികളോട് കൊച്ചു വർത്തമാനങ്ങളും തമാശകളും പറഞ്ഞ് ഞാൻ യാത്ര തുടങ്ങി. ചിരിക്കുന്ന മുഖവുമായി എല്ലാവരും ക്യാമറയിൽ പോസ് ചെയ്തു. തൃശ്ശൂരിൽ നിന്നും 27 മണിക്കൂർ ട്രെയിൻ യാത്ര നടത്തിയ ഉറക്കക്ഷീണമൊക്കെ സഹസഞ്ചാരികളിൽ നിന്നും വിട്ടകന്നിരുന്നു. എല്ലാവർക്കും പ്രസന്നമായ മുഖം കൈവന്നിരിക്കുന്നു. യാത്രകൾ അങ്ങനെയാണ്. കാഴ്ചകൾ ഓരോന്നായി മുന്നിൽ വന്ന് മറയുമ്പോൾ ക്ഷീണമെല്ലാം പമ്പ കടക്കും. ഒരു യാത്ര കഴിഞ്ഞ് വീടണഞ്ഞാൽ ഉടനെ അടുത്ത യാത്ര നമ്മെ ക്ഷണിക്കുകയായി. അങ്ങകലെ വിശാഖപട്ടണം നഗരവും ബീച്ചുകളും ബംഗാൾ ഉൾക്കടലും ക്യാമറയിലേക്ക് തെളിഞ്ഞു വന്നു. 4-5 ദിവസമുണ്ട്. ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കണം, പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാ നമ്മൾ താഴെ റോഡിൽ നിന്ന് കണ്ട മലമുകളിലെ ആ വെളുത്ത വര കൈലാസഗിരി എന്ന അക്ഷരങ്ങളാണ്. അതാണ് ഇവിടെ ഈ കാണുന്നത്. ഭീമാകാരമായ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. നമ്മുടെ നാട്ടിലെ വലിയ പരസ്യ ബോർഡുകൾ പോലെ ഇരുമ്പ് തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന അക്ഷരങ്ങൾ. അങ്ങനെ ടോയ് ട്രെയിൻ മലക്കു ചുറ്റും വൃത്തത്തിൽ സഞ്ചരിച്ച് യാത്ര അവസാനിപ്പിച്ചു. ഉദ്യാനത്തിലേക്ക് കയറിയ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടന്നു തുടങ്ങി. കുട്ടികൾക്ക് കളിക്കുന്നതിന് വിവിധ ഉപകരണങ്ങൾ ഉദ്യാനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കുതിരസവാരി നടത്തുവാൻ താല്പര്യമുള്ളവർക്ക് ഇതാ കുതിര റെഡി. കുതിരക്കാരൻ യാത്രക്കാരെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ട്. ഉദ്യാന കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. ഇവിടെ ശിവപാർവതിമാരുടെ വലിയ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 10-14 മീറ്ററോളം ഉയരമുണ്ട് പ്രതിമകൾക്ക്. കൈലാസത്തിലിരിക്കുന്ന അതേപോലെ വെളുത്ത നിറത്തിലാണ് പ്രതിമകൾ. സിമന്റിൽ നിർമ്മിച്ച് വെളുത്ത ചായം പൂശിയതാണോ അതോ വെണ്ണക്കൽ ശില്പങ്ങളാണോ വേർതിരിച്ചറിയാൻ വളരെ പ്രയാസം. എന്തായാലും വളരെ ഗംഭീരമായ കലാസൃഷ്ടി. പ്രതിമകൾക്ക് മുന്നിലായി വൃത്താകൃതിയിൽ ഒരു ഫൗണ്ടനും നടുക്കായി ശംഖും കാണാം. ശിവപാർവതി പ്രതിമകൾ എന്നെ കൂടുതൽ ആകർഷിച്ചു. ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്രയിലെ കാഴ്ചകൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഹരിദ്വാർ, ഋഷികേശ്, യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള മറക്കാനാവാത്ത യാത്രകൾ. കൈലാസഗിരിയിലെ സന്ദർശനം അതിഗംഭീരമായി. പത്നി സമേതമുള്ള കൈലാസനാഥന്റെ അടുക്കൽ എത്തിയ പ്രതീതി. ഞങ്ങൾ തിരികെ നടന്നു. ഇനി കേബിൾ കാറിൽ കയറണം, താഴേക്ക് പോകണം. അതുമാത്രമായി ചിന്ത. തിരികെ നടക്കുമ്പോൾ ഉദ്യാനത്തിലെ സമൃദ്ധമായ കാഴ്ചകൾ അങ്ങോട്ട് മാടി വിളിച്ചു. ഇത് ഒരു ഫോട്ടോ പോയിന്റ് ആണ്. സഞ്ചാരികൾ ഏറെ പേർ ഫോട്ടോകൾ എടുക്കുന്നത് കാണാം. ദൂരക്കാഴ്ച വ്യക്തമായി ആസ്വദിക്കുന്നതിനുള്ള ഒരു വ്യൂവേഴ്സ് ഡെക്കാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് അകലേക്കുള്ള കാഴ്ചകൾ വ്യക്തമായി ആസ്വദിച്ചു. സ്റ്റെപ്പുകൾ ഇറങ്ങി ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. തിരിച്ചു പോകാനും ക്യൂ പാലിക്കേണ്ടതുണ്ട്. കേബിളിൽ കൂടി കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നീലക്കുടുക്ക വന്നു പോകുന്നു. അടുത്ത കാറിൽ ഞങ്ങൾ കയറി. താഴേക്ക് അത് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴാണ് ദൂരക്കാഴ്ചകളും നഗരവും കൂടുതൽ വ്യക്തമായി കാണുന്നത്. അങ്ങനെ കൈലാസഗിരി നല്ലൊരു യാത്രാനുഭവം പകർന്നു നൽകി. അതിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ചായ കുടിച്ച് ഋഷികൊണ്ട ബീച്ചിലേക്ക് ഞങ്ങൾ വണ്ടി കയറി യാത്ര തുടർന്നു.